ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാപ്പിളപ്പാട്ടും മാപ്പിള കലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ടവയെന്ന് മേയർ ഒ സദാശിവൻ. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കൾ. മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ടി ദാമോദരൻ അനുസ്മരണം. വൻകുടലിലെ ക്യാൻസർ ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കുറഞ്ഞ അവബോധം മാത്രമാണുള്ളതെന്ന് സർവേ റിപ്പോർട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ച് സോക്കർ ടൗൺ ടർഫിൽ നടന്ന മത്സരം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്തുകയും ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്വീപ് സെല്ലിന്റെയും നേതൃത്വത്തിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. വോട്ടിംഗിലെ ശതമാനം കൂടാൻ വേണ്ടിയാണ് സ്വീപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് ഈസി ആയിട്ട് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ എല്ലാവരും കുട്ടിയിലേക്ക് അവരുടെ ഫാമിലി, അവരുടെ നെയ്ബർഹുഡ്, അവരുടെ നാട്ടിൽ പോയിട്ട് പറയണം 9 ഏപ്രിൽ പോയിട്ട് വോട്ട് ചെയ്യണം. നമുക്ക് വോട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സർക്കാർ ആരുടെ ആയിരിക്കാം അതിൻ്റെ ഡിസിഷനാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉള്ളത്. ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യവും സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപൂർണമായ തിരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുമെന്നും ജാതി, മതം, ഭാഷ തുടങ്ങിയ പരിഗണനകൾക്കോ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്കോ വശംവദരാകാതെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സധൈര്യം വോട്ട് ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഭിന്നശേഷി, തീരദേശം, പട്ടികവർഗം, വനിത തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ മത്സരത്തിൽ പങ്കാളികളായി. ഡൈനാമിക് FC വനിത, ടീം മഴവിൽ ഭിന്നശേഷി, ഓറഞ്ച് FC തീരദേശം എന്നീ ടീമുകൾ അതാത് വിഭാഗങ്ങളിൽ വിജയികളായി. വിജയികൾക്ക് ട്രോഫിയും മെഡലും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. അസിസ്റ്റന്റ് കളക്ടറും സ്വീപ്പ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ S മോഹനപ്രിയ, സ്വീപ്പ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിജീഷ് ആനന്ദ്, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ R സിന്ധു, ഊരുമൂപ്പൻ അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാപ്പിളപ്പാട്ടും മാപ്പിള കലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ടവയെന്ന് മേയർ ഒ സദാശിവൻ. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി 34ാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. മാപ്പിളപ്പാട്ടും മാപ്പിള കലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ട കലയാണെന്നും ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് മാപ്പിളപ്പാട്ടിന്റെ തനിമയും ശൈലിയും താളവുമാണെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി 34ാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നഗരത്തിൽ എന്നല്ല മലബാറിലാകെ ഇത്രയേറെ മനുഷ്യർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗാനമാണ് മാപ്പിള ഗാനം. സംഗീതത്തെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് കോഴിക്കോട് ജനത. അത് മാപ്പിള ഗാനം മാത്രമല്ല, നാടകഗാനം ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ സൂഫി സംഗീതം ഇഷ്ടപ്പെടുന്നു. സംഗീതത്തിൻ്റെതായ വിവിധ ധാരകളെ
എല്ലാം നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുന്നവരാണ് കോഴിക്കോട്. സംസ്ഥാന അവാർഡ് ജേതാക്കളായ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, കവിയും ഗായകനുമായ വിനീഷ് വിദ്യാധരൻ, ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ റഹ്മാൻ പെരുമ്പാവൂർ, പരിസ്ഥിതി പ്രവർത്തക റെജി ജോമി പാല, നർത്തകിയും അധ്യാപികയുമായ സുവർണ ചന്ദ്രോത്ത്, എഴുത്തുകാരി സുമ പള്ളിപ്രം, മാപ്പിളപ്പാട്ട് ഗായിക തൻഹ ഉമർ എന്നിവർക്ക് അവാർഡുകൾ മേയർ വിതരണം ചെയ്തു. കോട്ടയ്ക്കൽ ആലിക്കുട്ടീസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ റഹ്മത്തുള്ള പൊന്നാട അണിയിച്ചു. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥൻ പ്രശസ്ത പത്രം നൽകി. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള വെയിൽ ഫൗണ്ടേഷന്റെ 2026 വർഷത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്ന് രവീന്ദ്രരത്ന പുരസ്കാരം ലഭിച്ച നെല്ലിയോട്ട് ബഷീറിന് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ പുരസ്കാരം സമ്മാനിച്ചു. അവാർഡ് നൈറ്റ് സ്വാഗത സംഘം ചെയർമാൻ PA ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ N ബഷീർ മാസ്റ്റർ, TS സലീം, അഡ്വക്കേറ്റ് PM ഹനീഫ്, റഹിയാന ബീഗം, ഫൈസൽ എളേറ്റിൽ, അനീസ സുബൈദ, അഷ്റഫ് വെള്ളാങ്ങിൽ, മുസ്തഫ കൊടക്കാടൻ, ഷാജഹാൻ ചീരങ്ങൽ, അബ്ദുൽ ലത്തീഫ് പാറമ്മൽ, ഷംസുദ്ദീൻ കോട്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GLP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂർ 2ാം സ്ഥാനവും GMUPS ചേന്ദമംഗല്ലൂർ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് പ്രൊഫസർ K പാപ്പുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ SSK ആരംഭിച്ച ക്രിയേറ്റീവ് കോർണറുകളുടെ ജില്ലാതല ഫെസ്റ്റിവലിൽ ബാലുശ്ശേരി BRCക്ക് കീഴിലുള്ള ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂർ 2ാം സ്ഥാനവും GMUPS ചേന്ദമംഗലൂർ 3ാം സ്ഥാനവും നേടി. UP ക്ലാസുകളിലെ ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലെ പഠനാശയങ്ങൾക്ക് പ്രായോഗികാനുഭവം ലഭ്യമാക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ച സംവിധാനമാണ് ക്രിയേറ്റീവ് കോർണറുകൾ. സംസ്ഥാനത്താകെ 600 UP സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പഠനത്തോടൊപ്പം കുട്ടികളിലെ നൈപുണ്യ വികസനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്രിയേറ്റീവ് കോർണറുകൾ പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക്സ്, പ്ലംബിംഗ്, വയറിംഗ്, കുക്കിംഗ്, ബേക്കിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, നൂതന കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആധുനിക ഉപകരണങ്ങൾ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറുകളിൽ കുട്ടികൾക്ക് പ്രായോഗികമായ പഠനാനുഭവങ്ങളാണ് ലഭിക്കുന്നത്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. സമഗ്ര ശിക്ഷ കോഴിക്കോട് ഈ വർഷം ജില്ലയിൽ ആരംഭിച്ച 23 ക്രിയേറ്റീവ് കോർണറുകളിൽ നിന്നുള്ള 300ഓളം കുട്ടികളാണ് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പഠനോൽപ്പന്നങ്ങളുടെയും നൈപുണ്യങ്ങളുടെയും പ്രദർശനവും നടന്നു. വിജയികൾക്ക് പ്രൊഫസർ K പാപ്പുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുസാറ്റിലെ സയൻസ് ആൻഡ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ P ഷൈജു, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ഷാജി, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, DPOമാരായ സജീഷ് നാരായണൻ, VT ഷീബ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ അജയൻ PN സ്വാഗതവും വിദ്യാകിരണം കോർഡിനേറ്റർ പ്രവീൺ കുമാർ V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വികസനത്തിന്റെ വഴിയിലൂടെ ബേപ്പൂർ
വികസനം വാഗ്ദാനം മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ബേപ്പൂരിന്റെ പുരോഗതിക്കായി സമർപ്പിതനായ ഒരു നേതാവ് PA മുഹമ്മദ് റിയാസ്. ചെറുവണ്ണൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 89.20 കോടി രൂപ ചെലവിൽ മേൽപ്പാലം. ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ 20 കോടി രൂപ ചെലവിൽ തൊണ്ടിലക്കടവ് പാലം. ജനങ്ങളുടെ ചിരകാല സ്വപ്നം 170 കോടി രൂപയുടെ മേൽപ്പാലം. അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ സഞ്ചാരികളുടെ ഹൃദയം കീഴടക്കുന്ന ബേപ്പൂർ ബീച്ച്, പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ ചാലിയം ബീച്ച്, സഞ്ചാരത്തിനും വിനോദത്തിനുമായി കടലുണ്ടി വാക്ക്വേ, ജനാരോഗ്യത്തിന് കരുതലോടെ ഫറൂഖ് താലൂക്ക് ആശുപത്രി, സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തായി മിനി സിവിൽ സ്റ്റേഷൻ. വികസനം വാക്കുകളല്ല, പ്രവൃത്തിയാണ്. അത് തെളിയിച്ച നേതാവ് PA മുഹമ്മദ് റിയാസ്. വികസനം തുടരാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. LDF-നൊപ്പം ബേപ്പൂരിന്റെ ഭാവിക്ക് പിന്തുണ നൽകൂ. PA മുഹമ്മദ് റിയാസ്, നാട് മാറ്റിയ നാട്ടുകാരൻ. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന T ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭയായിരുന്നു T ദാമോദരൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മലയാള സിനിമയിലെ വമ്പൻ ഹിറ്റുകളുടെ തിരക്കഥാകൃത്തും നടൻ, നാടകരചയിതാവ്, കളിയെഴുത്തുകാരൻ എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭയുമാണ് T ദാമോദരൻ എന്ന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ പറഞ്ഞു. മലയാള ചലച്ചിത്ര കാണികൾ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച T ദാമോദരൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരൻ PR നാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമുക്കൊരു സൂക്കട് വന്നാൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഡോക്ടറെ കൊണ്ടാണോ ചികിത്സിപ്പിക്കുക, സൗജന്യമായിട്ട് കിട്ടുന്ന ഡോക്ടറാണ് ചികിത്സിക്കുക. കിട്ടാവുന്നതിൽ വെച്ച് നല്ല ഒരു കേസ് വന്നാൽ ഏറ്റവും പെട്ടെന്ന് വലിയ കാശൊന്നും കൊടുക്കാതെ കിട്ടുന്ന വക്കീലിനെയാണ് നോക്കുക. കിട്ടാവുന്നതിൽ വെച്ച് നല്ല വക്കീലിനല്ലേ നോക്കുക. അങ്ങനെ വരുമ്പോൾ സംവിധായകരുടെ ഏറ്റവും പുതിയ സബ്ജക്റ്റുകൾ തെരഞ്ഞെടുപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നടനും അഭിഭാഷകനുമായ MK അയ്യപ്പനെ ആദരിച്ചു. പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. C ചാക്കുണ്ണി, TP വാസു, KP ലത്തീഫ്, പ്രേംചന്ദ്, സുനിൽ കാരന്തൂർ, നവാസ് പൂനൂർ, അജിത മാധവ്, C രമേശ്, LC സുകുമാരൻ, ജോഷി പോൾ, V ജയൻ ബാലകൃഷ്ണൻ, ജോസി V ചുങ്കത്ത്, AP ബാലകൃഷ്ണൻ, പത്മനാഭൻ വേങ്ങേരി, VP സനീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂർ മണ്ഡലത്തിൽ വിജയം ഉറപ്പിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെയാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത്. എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായിരുന്നു UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വ്യാപാരികളോടും ഡ്രൈവർമാരോടും വീട്ടമ്മമാരോടും യുവാക്കളോടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. യുവ സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ ഇത്തവണ UDF-നായി പോരിനിറങ്ങിയതിന്റെ ആവേശം അണികളിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും ഹർഷാരവങ്ങൾ മുഴക്കിയും സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്നു. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. പതിറ്റാണ്ടുകളായി മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. എലത്തൂർ മണ്ഡലത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
ഒരു വികസനം വരുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശികമായിട്ട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, അവരുടെ ജീവിത നിലവാരം ഉയർന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വിഷൻ ഇല്ലാതെ പോയതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മണ്ഡലം ഇങ്ങനെ ഒരു വികസനത്തിലേക്ക് എത്താതെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ പല മേഖലകളിൽ ഈ മണ്ഡലത്തിൽ വളരെ പ്രശ്നങ്ങളാണ് ആളുകൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എലത്തൂര് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF അനുകൂലമായിട്ടുള്ള തരംഗമാണ് എലത്തൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂക്കും. UDF മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പിക്കുന്നതായിരുന്നു വിദ്യയ്ക്ക് ലഭിക്കുന്ന വരവേൽപ്പുകൾ. KPCC ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ, ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുൻ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലൈസ് ഏർപ്പെടുത്തിയ മൂന്നാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങൾ കോഴിക്കോട്ട് സമ്മാനിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ബുക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സപ്ലയേഴ്സ് ഏർപ്പെടുത്തിയ മൂന്നാമത് പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള സാഹിത്യ പുരസ്കാരങ്ങളാണ് കോഴിക്കോട് വിതരണം ചെയ്തത്. നോവലിനുള്ള പുരസ്കാരം ഡോക്ടർ CK ഷാജിബും, കവിതയ്ക്കുള്ള പുരസ്കാരം NS മേരി കൊട്ടുപള്ളിലും, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൈപ്പട്ടൂർ തങ്കച്ചനും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി. മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വലിയൊരു അറിവിന്റെ നിറകുടമായിരുന്നിരിക്കണം അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 25,000-ഓളം പുസ്തകം അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ 25,000 പുസ്തകം വയ്ക്കാൻ എത്ര അളമാര വേണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്, എത്ര സ്ഥലം വേണമെന്നും. കാരണം അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ ജീവിക്കൊണ്ട് എനിക്കതിന്റെ ബുദ്ധിമുട്ടറിയാം. ഈ അളമാര പുസ്തകവും സ്ഥലവും കണ്ടുപിടിക്കണമെങ്കിൽ വെറുതെ ഒരാൾ പുസ്തകം വാങ്ങില്ലല്ലോ. അപ്പോ അദ്ദേഹം MEd എഡ്യൂക്കേഷനിൽ അദ്ദേഹം താല്പര്യമുള്ളതുകൊണ്ടും ജോലി സാധ്യതയും അതൊക്കെ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ദർശനം സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ കൈരളി വേദി ഹാളിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരൻ VR സുധീഷ് അധ്യക്ഷനായി. ശില്പം രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് ഗുരുകുലം ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം TK പ്രേമലത, A ഗോകുലേന്ദ്രൻ, TK സുനിൽകുമാർ, സതീശൻ കൊല്ലറയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പുരസ്കാര ജേതാക്കൾ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി ഗണേശ രക്ഷാർച്ചന നടത്തി. പൂജാതി കർമ്മങ്ങൾക്ക് പുരോഹിതരായ രാഹുൽ വാദ്യാർ, ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി മാർച്ച് 28-ന് ഗണേശ ലക്ഷാർച്ചന നടത്തി. രാവിലെ വിഘ്നേശ്വര പൂജ, സങ്കല്പം എന്നിവയ്ക്ക് ശേഷമാണ് ഗണേശ ലക്ഷാർച്ചന നടന്നത്.
പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ, ക്ഷേത്ര മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഭ രംഗനാഥന്റെ സംഗീത കച്ചേരി, വെള്ളിപ്പറമ്പ് ശിവഗംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി, എറണാകുളം ത്യാഗബ്രഹ്മം TS രാധാകൃഷ്ണജിയുടെ ഭക്തിഗാന തരംഗിണി എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടിയിൽ ബോംബെറിഞ്ഞ കേസിൽ ജാമ്യത്തിലിറങ്ങിയവർക്ക് CPM സ്വീകരണമൊരുക്കി. തോടന്നൂരിൽ KSU നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾക്കാണ് തിരുവള്ളൂരിൽ സ്വീകരണം നൽകിയത്. തോടന്നൂരിലെ KSU നേതാവിന്റെ വീടിന് ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾക്ക് CPM വക സ്വീകരണം. കേസിലെ പ്രതികളായ മന്തത്തുകാവ് UP സ്കൂൾ അധ്യാപകനും DYFI തിരുവള്ളൂർ മേഖലാ സെക്രട്ടറിയുമായ മനക്കൽ മീത്തൽ മിഥുൻലാൽ, ആലോള്ളതിൽ രൂപേഷ് എന്നിവർക്കാണ് തിരുവള്ളൂരിൽ സ്വീകരണം നൽകിയത്. പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനെ തുടർന്നാണ് സ്വീകരണം. തിരുവള്ളൂരിൽ ചുവപ്പ് ഷാൾ അണിയിച്ച് CPM പ്രവർത്തകർ ബോംബേറ് കേസിലെ പ്രതികളെ സ്വീകരിച്ചു. പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെയും പോലീസിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഒരാഴ്ച മുമ്പ് KSU ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ വീടിന് നേരെ അർദ്ധരാത്രി ബോംബേറുണ്ടായത്. സംഭവ സമയത്ത് ബിദുലിന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. നേരത്തെ സ്ഥലം MLA KP കുഞ്ഞമ്മദ് കുട്ടി വീട് സന്ദർശിച്ച് സംഭവത്തെ അപലപിച്ചിരുന്നു. എന്നാൽ പ്രതികളുടെ പാർട്ടി ബന്ധം പുറത്തു വന്നതിനെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൻകുടലിലെ ക്യാൻസർ ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ അവബോധം മാത്രമാണുള്ളതെന്ന് സർവേ റിപ്പോർട്ട്. ലോക വൻകുടൽ ക്യാൻസർ മാസാചരണത്തോടനുബന്ധിച്ച് മെർക്ക് സ്പെഷ്യാലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച സർവേയിലാണ് ഈ അഭിപ്രായം ഉണ്ടായത്. 14 ഇന്ത്യൻ നഗരങ്ങളിലായി നടത്തിയ ജീവിതശൈലി ദഹനാരോഗ്യ അവബോധ സർവേ പ്രകാരം വൻകുടലിലെ ക്യാൻസർ ലക്ഷണങ്ങൾ ഗുരുതരമാണെന്ന സംശയം കോഴിക്കോട് നിവാസികളിൽ 19.9% പേർക്ക് മാത്രമാണുള്ളതെന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പുറത്തിറക്കിയ സർവേ പ്രകാരം കോഴിക്കോട് നഗരവാസികളിൽ 61.5% പേരും ഇറഗുലർ ബവൽ മൂവ്മെന്റ് അനുഭവിക്കുന്നതായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 45.6% പേർ വീട്ടുവൈദ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ മലത്തിൽ രക്തം കണ്ടാൽ പോലും 24.6% പേരും സ്വയം ചികിത്സ നടത്തുകയാണെന്നും വ്യക്തമായതായും വിദഗ്ധർ വിശദീകരിച്ചു. അതേപോലെ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുക. സാധാരണ എല്ലാവർക്കും നോർമലായിട്ട് ബവൽ മൂവ്മെന്റ്സ് ഉണ്ടാവും, പ്രോപ്പറായിട്ട് എല്ലാ മൂവ്മെന്റ്സ് ഉണ്ടാവും. അത് ഓൾട്ടേഡായി മാറാം. ചില മോഷൻ അധികം പോവുക, ചില മോഷൻ പോകാതിരിക്കുക. ഈ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് വന്നാൽ അതും ഒരു സൈനാണ്. എന്തൊരു സൈനാണ്? ക്യാൻസർ സൈനാണ്. അത് ആൾമോസ്റ്റ് എല്ലാവരും നെഗ്ലക്ട് ചെയ്തിരിക്കണം. അങ്ങനെ സംഭവം വന്നാൽ അവർ പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്, അത് ക്യാൻസർ ഒന്നും ആവില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓരോ സിംറ്റം നോക്കുമ്പോഴും അതൊന്നും ജനങ്ങൾക്ക് അലർട്ടായിട്ടില്ല, അവയറായിട്ടില്ല. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ KV ഗംഗാധരൻ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ശ്രീലേഷ് KP, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മാപ്പിളപ്പാട്ടും മാപ്പിള കലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ടവയെന്ന് മേയർ ഒ സദാശിവൻ. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GUP സ്കൂൾ ജേതാക്കൾ. മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ടി ദാമോദരൻ അനുസ്മരണം. വൻകുടലിലെ ക്യാൻസർ ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ കുറഞ്ഞ അവബോധം മാത്രമാണുള്ളതെന്ന് സർവേ റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.